My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ ഒക്ടോബർ മന്ത് റീഡിംഗ് ആണ്. ഐ നോ ദാറ്റ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ച് ട്രാവലിംഗിലായിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഐ എം റിയലി സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റ്. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ ഒക്ടോബർ മാസം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒക്ടോബർ മന്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, 2 ആൻഡ് 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ ഒക്ടോബർ മന്ത് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് സ്റ്റോണിനോടാണോ ഓർ ഏത് കളറിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Group number 1, your October month എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ ലൈഫ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് ഡിറ്റർമിനേഷൻ. വളരെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ, അല്ലെ? സോ ഓൾറെഡി നിങ്ങൾ ചില സിറ്റുവേഷന്റെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ? ആക്ഷനിലേക്കൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പല ഇമോഷൻസും നിങ്ങളുടെ പല ഹാബിറ്റ്സും നിങ്ങളുടെ ഗുഡ് ആൻഡ് ബാഡ് ഒക്കെ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? എസ്പെഷ്യലി നിങ്ങളുടെ തോട്ട്സ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്തും അവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തോട്ട്സും ഉണ്ടാവും, നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന തോട്ട്സും ഉണ്ടാവും, അല്ലെ? സോ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും അതാണ്. സോ നമ്മൾ ഇതിലേത് ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വരെ, അല്ലെ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ നിങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് തോട്ട്സ് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങളുടെ പാത്തില് മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയാണോ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്, ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, എന്തിൻ്റെങ്കിലൊക്കെ കുറവുകളായിരിക്കാം, അതൊക്കെ നികത്താൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആളുകളെ കൊണ്ടാണ് ഒരു കുറവ് ഉണ്ടാവുന്നത്. അതായത് ആളുകളാണോ അവിടെ ഇല്ലാത്തത്, പണമാണോ അവിടെ ഇല്ലാത്തത്, സമയമാണോ അവിടെ ഇല്ലാത്തത്, ഓർ എന്താണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒക്ടോബർ മാസം. ഓക്കെ, സോ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കൂടെ ശ്രമിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഒക്ടോബർ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അതേ പ്രോബ്ലം, നിങ്ങൾ ഇത്ര കാലമായിട്ട് പോകുന്ന അതേ പ്രശ്നങ്ങളും അതേ ആളുകളോ സിറ്റുവേഷനും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളെ മുന്നോട്ട് നടത്താൻ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഒക്ടോബർ മാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾക്കത് വ്യത്യസ്തമായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളിൽ കാണേണ്ടതായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങളാണ്. ഓക്കെ, നമ്മൾ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പോരാടുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ നമ്മളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, അത് കൂടുതൽ ഫീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യത്തിന് ഇപ്പൊ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്, ഫാമിലി സിറ്റുവേഷൻ ആണ്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ റൂമിൽ തന്നെ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിയുന്നതും ആ കാര്യങ്ങൾ ബോധർ ചെയ്യുന്നില്ല, ഓർ നിങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ ഒരു ഫൈനൽ സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ ചില ആഗ്രഹത്തിന്റെയോ നിങ്ങളുടെ ചില ആക്ഷന്റെയോ ഒക്കെ ഒരു ഫൈനൽ സിറ്റുവേഷനിലേക്കാണ്. സോ നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കുറച്ച് ദിവസമായിട്ടോ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം, ജോബ് ആയിരിക്കാം, ഓർ വേറെ എന്തെങ്കിലും നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് ചില ആളുകൾ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഫൈനലി നിങ്ങൾ ചില ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് ഉണ്ടാവുന്നുണ്ട്, ചില ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒക്ടോബർ മാസം നിങ്ങൾ കുറെ കൂടെ നിങ്ങളുടെ എനർജി യങ് ആക്കുന്ന, ആക്റ്റീവ് ആക്കുന്ന ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങൾക്ക് ചില പ്രത്യേക താല്പര്യങ്ങൾ തോന്നുക, പ്രത്യേക ആളുകളോട് ചില താല്പര്യങ്ങൾ തോന്നുക. ഓക്കെ, ഓർ ചില
ചില കാര്യത്തിനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങളെ കുറെ കൂടെ ആക്റ്റീവ് ആക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് ചില ആളുകൾക്ക് അത് അത്ര വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അതായിരിക്കാം നിങ്ങൾ ഈവൻ നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിലേക്കാണ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഒരു എഫേർട്സ് കൊടുക്കാനും ശ്രമിക്കുന്നത്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ഉണ്ടാവുന്ന ചില താല്പര്യങ്ങളാണ്. ഓക്കെ, ഇഷ്ടങ്ങൾ, ആരോടെങ്കിലുള്ള ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില താല്പര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഇമോഷണൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിലുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് വളരെ ഡ്രൈ ആയിട്ട് കിടന്നിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിന്റെ ഏത് ഏരിയയിലാണോ ഒരു ഫ്ലോ ഇല്ല, ഒരു അനക്കില്ല, അങ്ങനെ തോന്നിയിട്ടുള്ള ചില പ്ലേസിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു വാട്ടർ ഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരിക, ഇമോഷണൽ ഫ്ലോ അവിടെ ഉണ്ടാവുക. ഓക്കെ, സോ ഒരു നല്ലൊരു നദി ഒഴുകുന്നത് പോലത്തെ ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിന്റെ ചില ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്നും സംഭവിക്കുന്നില്ല കുറെ കാലമായിട്ട്, പക്ഷേ ഒക്ടോബർ മാസം നിങ്ങൾ കുറെ കൂടെ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് വളരെ ഹെൽത്തി ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓർ ലൈക്ക് നിങ്ങളെ പല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം സംഭവിക്കുന്നത് എസ്പെഷ്യലി നിങ്ങൾ വാട്ടർ ഒക്ടോബർ മാസം വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ എലമെന്റ് വിച്ച് ഈസ് ലൈക്ക് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതായത് ഫ്ലോ ചെയ്യുന്ന വാട്ടർ എങ്ങനെ ഉണ്ടാവും, എവിടെയും സ്റ്റക്ക് ആയിട്ട് നിൽക്കില്ല അല്ലെ, അത് എപ്പോഴും പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എവിടെയൊക്കെ നിങ്ങൾക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, തോട്ട്സ് ഉണ്ടായിട്ടുണ്ടോ, ഓർ ബേർഡൻ ആയിട്ട് കിടന്നിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതൊക്കെ ആ ഒരു ഒഴുക്കിൽ പോകുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ലൈഫ് വളരെ കുറെ ഈസി ആയിട്ടോ ലൈറ്റ് ആയിട്ടോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഒക്ടോബർ മാസം. ഓക്കെ, സോ അതായത് ലൈക്ക് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരും. അതായത് നിങ്ങൾ അത്ര കാലം സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവണമെന്നില്ല, അത് ആ ഒരു ഒഴുക്കിന്റെ കൂടെ പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ഓർമ്മയിലോ നിങ്ങളുടെ ലൈഫിന്റെയോ ഭാഗം അല്ലാണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളുടെ ചിന്തകളോ എന്തോ ആയിക്കോട്ടെ. ഓൾറൈറ്റ്, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കുറെ കൂടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വരുന്നുണ്ട്, അതായത് ഒരു എംപ്റ്റിനെസ്സിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പ്ലേസിൽ നിന്നാണ് നിങ്ങൾ പല കാര്യങ്ങളും പുതുതായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പുതിയ താല്പര്യങ്ങളിലേക്ക് വരാം. ആൻഡ് ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ട് ഒക്ടോബർ മാസം. നിങ്ങൾ കുറെ കാലമായിട്ട് കാത്തിരുന്ന ഒരു സിറ്റുവേഷന്റെ ഒരു ഫൈനൽ ഘട്ടം ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അത് ഫിനിഷ് ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയൊരു ലൈഫ് ടാസ്കിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അല്ലെ, പുതിയൊരു ലൈഫ് പേർപ്പസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയും കൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ആ ഒരു എംപ്റ്റിനെസ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ താല്പര്യങ്ങള്, പുതിയ ഇഷ്ടങ്ങള്, ഓക്കെ, നിങ്ങൾക്ക് മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട് ഡെഫിനറ്റ്ലി. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബൗണ്ടറീസ് വെക്കുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ബിക്കോസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ പല ആളുകൾക്കും അത്ര താല്പര്യമുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ആളുകളെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മന്ത്. ഓക്കെ, ആളുകൾ അവർ പോലും അറിയാതെ അവരുടെ ഒരു ജെന്യൂൻ ഇന്റൻഷൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്, അവർ പോലും അറിയാതെ. ഓക്കെ, നിങ്ങൾക്കത് കാണേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അഡിക്ഷൻസ്, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ചില ഇഷ്ടങ്ങളൊക്കെ, അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കഴിയുന്നതും ഡിസ്ട്രാക്റ്റഡ് ആവാതെ നിങ്ങൾ ശ്രമിക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികപരമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടും തോന്നുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ പോകേണ്ടതായിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ചില കാര്യത്തിന്റെ, ചില ബന്ധങ്ങളുടെ ഒരു അവസാന ഘട്ടത്തിലേക്കും കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ക്ഷമയോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അതിന്റെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് നിങ്ങൾ വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പൊതുവെ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് ആയിരിക്കാം ഒക്ടോബർ മന്തിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്ക് പുതിയ പുതിയ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്. ഓക്കെ, ഡിറ്റാച്ച്ഡ് ആവാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്.
നിങ്ങൾ ചില എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്, നിങ്ങളുടെ മേലെ തന്നെ ആയിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലായിരിക്കാം, പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചില ആളുകൾ അത് നേച്ചറുമായി പ്ലാന്റൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് ഈവൻ ലൈക്ക് നിങ്ങളുടെ പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ പോലും, ലൈഫ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ലൈക്ക് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. റൈറ്റ്? യുവർ ഒക്ടോബർ മന്ത് ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ഈവൻ അത് ചില താല്പര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ചില ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ചില ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ചില ഇഷ്ടങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയോ ഒരു ബൗണ്ടറീസും സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നമ്പർ 1 ബേസ് ചക്ര അഗൈൻ നിങ്ങൾ കൺഫേം ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ഇനീഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എംപ്റ്റിനെസ് സ്റ്റേജിലേക്കാണ്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ നിങ്ങൾക്കൊരു പുതിയൊരു സർഫേസ് തരികയാണ്, അല്ലെങ്കിൽ പുതിയൊരു ബേസ് തരികയാണ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 ഈ ഒരു മാസം നിങ്ങൾ ചെയ്യാനോ എൻഗേജ്ഡ് ആവാനോ പോകുന്നൊരു മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒക്ടോബർ മാസം അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻ നിങ്ങൾക്കത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൂടെ തരുന്നുണ്ട്. ഓക്കെ, സോ ഈ മാസം നിങ്ങൾ കണക്ട് ചെയ്യുന്ന പല ആഗ്രഹങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ആഗ്രഹങ്ങളായിരിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ട, നിങ്ങളുടെ വിധിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ പോകേണ്ട ആഗ്രഹങ്ങളോ സിറ്റുവേഷനോ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനെ എന്നുള്ളതല്ല. ഒക്ടോബർ മാസം നിങ്ങളെന്ന വ്യക്തി കണ്ട് ഇൻസ്പയർഡ് ആവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദൃഷ്ടി പതിയുന്ന ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ചില നോട്ടുണ്ടാവുമല്ലോ ചില കാര്യത്തിനോട്, ചില കാര്യങ്ങളിൽ നിങ്ങൾ കണ്ണുകൊണ്ട് ഉടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ, അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തോന്നുന്ന ചില ആഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മാസം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം പൊതുവെ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ലൈഫിന്റെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ അത് അട്രാക്ട് ചെയ്യുന്ന, ഇന്റൻഷനലി അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എവിടെന്നെങ്കിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ടോ ആരെങ്കിലൊക്കെ കയ്യിൽ നിങ്ങൾ കാണുന്ന സമയത്തോ, നിങ്ങളുടെ കണ്ണിൽ ആ ഒരു താല്പര്യം നിങ്ങൾക്ക് തോന്നുന്ന സമയത്തോ, എന്താണോ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് അത് എവിടുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില ആഗ്രഹങ്ങൾ ഒക്ടോബർ മാസം വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങൾക്കത് കണക്ട് ചെയ്യുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഒക്ടോബർ മാസം നിങ്ങൾ വലിയ സീരിയസ് ആക്കി എടുക്കാണ്ട് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് പ്രോബബ്ലി ആഗ്രഹമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക, അതിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ കൂടുതൽ ആ ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓർണമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ധരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കാം, ഓർ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. ഗോൾഡ്, അതുപോലെ വില മതിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ഗിഫ്റ്റ് അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. നിങ്ങളുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കണം, റിംഗ് എക്സ്ചേഞ്ച് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഗോൾഡ് കോയിൻ, ഗോൾഡ് അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്ടോബർ മാസം കിട്ടേണ്ടതായിട്ടുണ്ട് ചില ആളുകൾക്ക്. ഓക്കെ, ഓർണമെന്റ്സ് ആയിരിക്കാം. സ്പെഷ്യലി നിങ്ങളുടെ കയ്യിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരേണ്ടതായിട്ടുണ്ട്, അതായത് നിങ്ങൾ വെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ വെയർ ചെയ്യാന്നുള്ളതല്ല. ഇത് ഒക്ടോബർ മാസം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അതെന്തെങ്കിലും നിങ്ങളുടെ കൈയുടെ ഭാഗമാവേണ്ടതായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്ടോബർ മാസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ലൈക്ക് നിങ്ങൾ ഒരു എൻഗേജ്മെന്റ് റിങ്ങോ ബാങ്കിളോ ധരിക്കുന്നത് പോലെ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഡെഫിനറ്റ്ലി പറയാൻ മറക്കരുത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു മെസ്സേജ് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇഷ്ടമുള്ള രീതിയിൽ ചില കൺഫർമേഷൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, അതായത് കമ്മിറ്റഡ് ആവുക ഇതുപോലെ. ഓക്കെ, സോ ലൈക്ക് എൻഗേജ്മെന്റ് റിംഗ് ഓർ എൻഗേജ്മെന്റ് ബാങ്കിൾ ഓർ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യലി ഒരു എൻഗേജ്മെന്റ് കൺഫേം ചെയ്യുന്നുണ്ട്. ഓക്കെ,
അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളായിരിക്കാം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആരോ ഒരാൾ നിങ്ങൾക്ക് ഇത്ര പ്രിയപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ആരോ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ റൊമാൻറ്റിക് ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബോഡിക്ക് ഇത് സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് അത് എക്സാക്ട്ലി എന്താണെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ മേലെ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒരു കൺഫർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഇതുപോലുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ലൊരു ടേൺ ഓവർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സക്സസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അതിൽ മേലെ കൂടുതൽ നിങ്ങൾ അതിലേക്ക് വർക്ക് ചെയ്യാൻ ഉള്ളൊരു ധൈര്യം, ഒരു ഇൻസ്പിറേഷനും എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പല പ്ലേസിലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഈവൻ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവിടുന്ന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നില്ല. ബട്ട് നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചില പ്ലേസിലൊക്കെ ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് പ്രോബബ്ലി ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടോ ബിസിനസിന്റെ ഭാഗമായിട്ടോ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് എന്താവോ, കിട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അതൊന്നും പ്രതീക്ഷിക്കാണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോകുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ ഇതുപോലത്തെ ഒരു സീഡ് ഓരോ പ്ലേസിൽ ഇട്ട് വെക്കുന്നുണ്ട് ഒക്ടോബർ മാസം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ പുതിയ പുതിയ ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവണം എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കഴിയുന്നതും ആളുകളെ നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ അഡിക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഒക്ടോബർ മാസം നിങ്ങൾ പുതിയ ലൈഫിലൊരു പുതിയ ബേസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് പോലെ. സോ അവിടെ പ്രോബബ്ലി അവിടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് വരേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ ചില അഡിക്ഷൻസ്, ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സെക്ഷൽ ആയിട്ടുള്ള അഡിക്ഷൻസ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളുടെ കംപ്ലീറ്റ് എനർജി നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് റിലേഷൻഷിപ്പോ ജോബോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനോ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, എന്താണോ നിങ്ങളൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്, എന്താണോ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഒരു ഇതുപോലുള്ളൊരു അഡിക്ഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ എനർജി സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹലോ, ഗ്രൂപ്പ് നമ്പർ 2, യുവർ ഒക്ടോബർ മന്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒക്ടോബർ മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 2, യുവർ ഒക്ടോബർ മന്ത്. നിങ്ങൾ ഭയങ്കര ഷൈ ആക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓർ ലൈക്ക് നിങ്ങളിങ്ങനെ ബ്ലഷ് ചെയ്യുന്ന ചില മൊമെന്റ്സ് ഒക്ടോബർ മാസം എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ഷൈ ആവുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സ്റ്റേജ് ഷോ ഓർ എല്ലാവരും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് ഉണ്ടായിരിക്കണം. ലൈക്ക് അത് ചില ആളുകൾക്ക് വെഡിങ്, കമ്മിറ്റ്മെന്റ്, അങ്ങനത്തെ ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറെ കൂടെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്ന പോലത്തെ ചില സിറ്റുവേഷൻസ് ജോബിലും ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, നിങ്ങളുടെ ജോബിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം ഗൈസ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒക്ടോബറിൽ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്ന അവസരങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഞാൻ ഷൈ ആണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബ്ലഷ് ചെയ്യുന്നത് നല്ലതാണ് അല്ലെ. സോ നമുക്ക് അത്രയും എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഷൈ ആക്കുന്നതും ചില സമയത്ത് ഒരു ബ്ലഷ് ഒക്കെ കൊണ്ടുവരുന്നത്, റൈറ്റ്. സോ നല്ല മൊമെന്റ്സ് ആ ഒരു നല്ല മൊമെന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. ബിക്കോസ് ഒക്ടോബറിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയാണ്, കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അത് പിന്നീട് ഒരിക്കലും ലൈഫിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഓർ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ലൈഫിൽ ഇങ്ങനെ വന്ന് നിൽക്കും ഒക്ടോബർ മാസം. ലൈക്ക് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. സോ പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഓക്കെ, സോ ചില കാര്യങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ അല്ലേ. സോ ചിലത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ വരുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ആയിക്കൊള്ളണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒക്ടോബർ മാസം എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ അൺപ്ലാൻഡ് ആയിട്ട്
നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ വളരെ അൺപ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് യു ഷുഡ് പ്രിപ്പയർ ഫോർ ദാറ്റ്. ഓക്കെ, സോ അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്താണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അട്രാക്ഷൻ ചില ആളുകളോട് തോന്നുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളോട് ചില താല്പര്യങ്ങള്, ഇഷ്ടങ്ങളൊക്കെ തോന്നുക. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫയർ തോന്നുക. ചില ആളുകൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്, ചില വ്യക്തികളോട് അടക്കാൻ പറ്റാത്ത ചില ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ടുള്ളതും ആയിരിക്കാം ചില ആളുകൾക്ക്. അതായത് നമുക്ക് വലിയ ഇഷ്ടം തോന്നുന്ന ആള് അത് മ്യൂച്വലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നുക, അവർക്ക് നിങ്ങളുടെ അടുത്ത് അത്രയൊരു ഫയർ ആയിട്ടുള്ള ഒരു നേച്ചർ അവർക്ക് ഉണ്ടാവുകയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ അത് കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെ? ആ ഒരു എനർജി, ആ ഒരു അട്രാക്ഷൻ, ഇഷ്ടം, ഓക്കെ, ഒരു ഫയർ, ലൈക്ക് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരോടെങ്കിലും തോന്നുന്ന ചില സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ലൈക്ക് ആങ്കർ, ഓക്കെ, ജെലസ്, ഓൾറൈറ്റ്, ഇങ്ങനെ നിങ്ങൾ മനസ്സിലേറ്റാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില ആളുകളുടെ സിറ്റുവേഷൻ. ഓക്കെ, ബട്ട് പൊതുവെ നിങ്ങൾ ഇത്ര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ചില ഇഷ്ടങ്ങള്, താല്പര്യങ്ങള്, നിങ്ങളുടെ ബോഡി ക്രേവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ അത് മോസ്റ്റ്ലി മ്യൂച്വലി ആണ് സിറ്റുവേഷൻസ് കണക്ട് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ചില ആളുകളോട് ദേഷ്യം തോന്നുന്ന സമയത്തും അതും ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ആണ്, അല്ലെ? അതും ചില സമയത്ത് ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ആണ്, അല്ലെ? നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരാൾക്ക് അവർക്ക് നമ്മളോടും തോന്നാം എന്ന് പറയുന്നത്, അല്ലെ? സോ അങ്ങനത്തെ ഒരു ദേഷ്യം, വൈരാഗ്യം ഒരാളുടെ അടുത്ത് നിങ്ങൾ ഒക്ടോബർ മാസം കീപ്പ് ചെയ്യാൻ പാടില്ല, ബിൽഡ് ചെയ്യാനും പാടില്ല. ഓക്കെ, അത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ബിൽഡ് ചെയ്യാൻ പാടില്ല. ഓൾറൈറ്റ്, ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളത് പ്രിപ്പയർഡ് ആണ്, അല്ലെ? സോ ചിലത് സോൾവ് ചെയ്യാൻ. സോ ഇത് അങ്ങനെ മാത്രം എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, അല്ലെ ഇനി എനിക്ക് ശത്രുക്കൾ ഉണ്ടാവോ, അല്ലെങ്കിൽ അങ്ങനെ ആരോടെങ്കിലും തോന്നുമോ, അങ്ങനെയല്ല. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളത് ബെറ്റർ ആയിട്ടാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും, അത് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ അത്ര ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് ഗ്രോ ചെയ്യാൻ എൻകറേജ് ചെയ്യാതിരിക്കാം. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത്, ഇഷ്ടം, റൊമാൻസ്, ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ എഫെക്ഷൻ ചില ആളുകൾ നിങ്ങൾ ഒക്ടോബർ മാസം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മോർ വിഷ് കം ട്രൂ സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങളുടെ സോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം, നിങ്ങളുടെ ശരീരം ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം, മനസ്സ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒക്ടോബർ മാസം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒട്ടും നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യേ ഉണ്ടാവില്ല. ഓക്കെ, സോ യു നീഡ് ടു ബി ലിറ്റിൽ മോർ ഓപ്പൺ. ഓക്കെ, സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ ആവണം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങള്, അതായത് ഒക്ടോബർ മാസം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ലൈഫിന്റെ ഒരു മെമ്മറീസ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് നമ്മൾ ഓരോന്ന് ഇങ്ങനെ കളക്ട് ചെയ്തു പോവുമല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും പിക്ക് ചെയ്യാറില്ല, അല്ലെ? നമ്മുടെ മനസ്സിൽ അത്രയും ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. സോ ഒക്ടോബർ മാസം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ചില അനുഭവങ്ങളും കൂടെ തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ദേശത്ത് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ദേശത്ത് എത്തുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ കാരണം ചില ആളുകൾക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത ചില പ്ലേസിൽ വെച്ചിട്ടായിരിക്കാം. ഓക്കെ, ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അതായത് വേറെ രാജ്യത്ത് പോയിട്ട് അവിടെ ആരെങ്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചില താല്പര്യങ്ങൾ തോന്നുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ചില ആളുകളുമായിട്ടുള്ള ചില സൗഹൃദങ്ങളായിരിക്കാം, ഇഷ്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എൻഡപ്പ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ എത്തിച്ചേരുന്നതായിരിക്കാനോ അതുപോലെ. ഓക്കെ, ഇറ്റ്സ് മോർ ലൈക്ക് ഒക്ടോബർ മാസം നിങ്ങളുടെ ഒരു തീരം കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ കാലം ഇങ്ങനെ കടലിലൂടെ നടന്നിട്ട് ഫൈനലി നിങ്ങളൊരു തീരം കാണാണ്, നിങ്ങളൊരു ഷോറിൽ എത്തുകയാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ അത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ പോകുന്ന ലൈഫിലെ പല പല സിറ്റുവേഷൻ ആയിരിക്കാം. ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ വേറെ കൺട്രിയിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തിന് ശേഷം നിങ്ങൾ നാട്ടിൽ പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്, കമ്മ്യൂണിറ്റി കാണുന്നതായിരിക്കാം. അതായത് ലൈക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന ചില ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ,
നിങ്ങൾ കാണാൻ പോകുന്ന, അതായത് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസ് ആയിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്നിട്ടുള്ള വീട്, തറവാട്, അങ്ങനത്തെ ചില കാര്യങ്ങളായിരിക്കാം. ചിലത് നിങ്ങൾ വീണ്ടെടുക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഇതുപോലുള്ള ചില വസ്തുക്കളൊക്കെ നിങ്ങൾ വീണ്ടെടുക്കാനുള്ള സാധ്യത ഒക്ടോബർ മാസം ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരു ടൈമിൽ ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ് ഒക്ടോബർ മാസം. ഓക്കെ, അത് ഈവൻ ലൈക്ക് നിങ്ങൾ ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ടും കാണേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഗലായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ലീഗലി എന്തെങ്കിലും ഒരു ടൈമിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അത് അഗെയിൻ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മാസം അത് വീണ്ടും റീ ഓപ്പൺ ആവേണ്ടതായിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, മൂവ്മെന്റ്സ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കുറച്ചൊരു പ്രോഗ്രസീവ് ആയിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്, ലീഗൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ. ഓക്കെ, ചില ആളുകൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു ടൈമിൽ ഫെയ്ഡ് ആയി പോയിട്ടുള്ള നിങ്ങളുടെ ചില ആഗ്രഹങ്ങളൊക്കെ എണീറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രോബബ്ലി ചില സിറ്റുവേഷൻ. നിങ്ങൾ പെട്ടെന്ന് ചില ഡിസിഷൻ എടുക്കും ചില സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചില ഡിസിഷൻ എടുത്ത് ചില പ്ലേസിൽ പോകുന്നു, നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ കണ്ടുമുട്ടുന്നു. അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒക്ടോബർ മാസം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന ചില ഡിസിഷൻസ് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി അതിന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് നമ്പർ 2, വളരെ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് തിങ്ങി പാർക്കുന്ന പ്ലേസിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് നിങ്ങൾ സേഫ് അല്ലാത്ത പ്ലേസിൽ നിങ്ങൾ റിസ്ക് എടുത്ത് പോവരുത്, ശ്രദ്ധിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു പ്ലേസിൽ നിങ്ങൾ റിസ്ക് എടുത്ത് പോവരുത്. അത് നിങ്ങൾ പോകുന്ന ടൈം ആയിരിക്കാം, പോകുന്ന പ്ലേസ്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു നേച്ചർ എങ്ങനെയാണ്, അവിടെ എത്രമാത്രം റിസ്ക് ഉണ്ട്, അങ്ങനത്തെ ഒരു പ്ലേസിൽ പോകുന്ന സമയത്ത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒക്ടോബർ മാസം നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പോകുന്ന സമയത്ത്, ഓരോ പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത്, ഓക്കെ, നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ ഒരു ബെറ്റർ ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങളുടെ കണ്ണിന് മാത്രം നല്ലതല്ല. ഓക്കെ, നിങ്ങൾക്ക് ചില ക്ലാരിറ്റി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ തേർഡ് സെൻസിന്, തേർഡ് ഐ കുറെ കൂടെ ഇത് കുറെ കൂടി നിങ്ങൾ ഡീപ്പായിട്ട് എടുക്കേണ്ട ഒരു മെസ്സേജ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ തേർഡ് ഐ കുറെ കൂടെ ആക്റ്റീവ് ആവുന്നുണ്ട്. സോ അതാണ് പ്രോബബ്ലി നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും സൊല്യൂഷൻ കണ്ടെത്താനും അച്ചീവ് ചെയ്യാനും സാധിക്കുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മുടെ ഒരു ഹ്യൂമൻ കോൺഷ്യസിൽ നിന്ന് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് പലതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ബട്ട് നിങ്ങളൊരു ഡീപ് സെൽഫ് നിങ്ങൾ അവേക്കൻ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഹിഡൻ പവർ, ഇതുപോലുള്ള സൈക്കിക് പവർ ആയിരിക്കാം, ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള ചില പോസിബിലിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് ചില സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്തായിരിക്കും ചിലതൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ തേർഡ് ഐ, അതായത് നിങ്ങളുടെ ഒരു ഡീപ് കോൺഷ്യസ്നെസ് അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വാട്ട് എവർ, അതായത് നിങ്ങളുടെ ചില ഹിഡൻ പവർ, ഉറങ്ങിക്കിടന്നിട്ടുള്ള പവർ അവേക്കൻ ആക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസികപരമായിട്ടുള്ള വിഷമത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതാണ് ആ ഒരു കാര്യമാണ് നിങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക, അവേക്കൻ ആക്കുക, നമ്മളൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് മാത്രമാണ്. ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ചലഞ്ച്, ലൈഫിലൊരു സിറ്റുവേഷൻ, ചില ആളുകൾക്ക് അത് സഡൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഒരു സഡൻ അവേക്കനിങ് പോലത്തെ കാര്യമായിരിക്കാം. ബട്ട് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ ഇത്ര ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ കൂടെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങളുടെ മനസ്സ്, ശരീരം, നിങ്ങളുടെ സോൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ അലൈൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇമോഷണൽ ഫുൾഫിൽമെന്റ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത്, ആൻഡ് അഗെയിൻ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദേഷ്യം കണ്ടെത്തുകയാണെന്നുള്ളത്. ഓക്കെ, സോ വിച്ച് മീൻസ് നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ആവുന്ന സമയത്ത് സോൾ എവിടെ വേണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പേർപ്പസ്, അതിന്റെ ആളുകള്, അതിന്റെ ഒരു സിറ്റുവേഷൻ, അത് എവിടെ വരണം എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ അതിന് കിട്ടുകയാണ്.
ഓക്കെ, ഒരു ലൈക്ക് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾ സഞ്ചരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, എവിടെ എത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതോടുകൂടിയിട്ട് നിങ്ങളുടെ ലൈഫിലെ ജേർണി തീർന്നതെന്നുള്ളതല്ല, അതിനുശേഷമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പുതിയ പുതിയ ലൈഫ് പേർപ്പസിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ എന്തിന് കുറെ കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ വർക്ക് ആയിട്ടില്ല, അതിന്റെ ഒക്കെ ഒരു റീസൺ നിങ്ങൾക്ക് ഒക്ടോബർ മാസം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ ചില സിറ്റുവേഷനിലൂടെ പോയി, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് ചാലഞ്ച് വന്നു, ബിക്കോസ് നേരത്തെ പറഞ്ഞത് അഗൈൻ നിങ്ങൾ കണക്ട് ചെയ്യുക. ഒരു ചലഞ്ച് വരുന്ന സമയത്താണ് നിങ്ങളെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെ, ബ്രേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷനിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുള്ളൂ, നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി കണക്ട് ചെയ്യുള്ളൂ, നിങ്ങൾ ആ ഒരു പവറിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുള്ളൂ. റൈറ്റ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, എന്താണോ നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തത്, അറിഞ്ഞോ അറിയാതെയോ, എന്താണ് നിങ്ങൾക്ക് വർക്ക് ആവാതെ പോയിട്ടുള്ളത്. ഓക്കെ, സാക്രിഫൈസ്. ഓക്കെ, സോ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളല്ലാത്തൊരു വേർഷനാണ്. ഓക്കെ, നിങ്ങൾ കടന്നു പോയിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അഴുക്കുകളാണ് നിങ്ങൾ കഴുകി കളയാൻ പോകുന്നത്. ഓക്കെ, ഒക്ടോബർ മന്ത് നിങ്ങൾ അങ്ങനെ ക്ലെൻസ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസമാണ്. പല കാര്യങ്ങളും, നിങ്ങളുടെ പല കറകളും, നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്, വി ഓൾ മേക്ക് മിസ്റ്റേക്സ്, അല്ലെ. സോ നിങ്ങളുടെ പല തെറ്റുകൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള പല സിറ്റുവേഷൻസ് ഒക്കെ അവിടെ എറേസ് ആയി പോവാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു ന്യൂ ബോൺ ബേബിനെ പോലെയാണ്. നിങ്ങളുടെ അത്ര കാലത്ത് ഒരു ഐഡന്റിറ്റി ഡെഡ് ആയിട്ട് നിങ്ങൾ വീണ്ടും റീബേർത്ത് ചെയ്യാണ്. സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പുതിയ പേഴ്സണാലിറ്റി കാണാം, പുതിയ സ്വഭാവങ്ങള്, പുതിയ ഇഷ്ടങ്ങള്, താല്പര്യങ്ങള്, നിങ്ങളുടെ പവർ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ്, സ്പിരിച്വൽ ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒക്ടോബർ മാസം. ഓക്കെ, നിങ്ങളുടെ പെർസെപ്ഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ ട്രൂത്ത്സ്. ഓക്കെ, നിങ്ങൾ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളെ പറ്റി, നിങ്ങളുടെ ലൈഫിനെ പറ്റി, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഒരേ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ ടേബിൾ ഇങ്ങനെ നിരത്തി വെക്കും. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇനി എന്താ പിക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2, നമുക്ക് ലൈഫിൽ ഓരോരോ പേർപ്പസ് ഉണ്ടായിരിക്കണം. ഒറ്റ പേർപ്പസും, ഒറ്റ ആളും, ഒറ്റ സിറ്റുവേഷനും അങ്ങനെയല്ല, അല്ലെ. നമ്മളെ സോൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, പേർപ്പസ് ഉണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഒരു കാര്യത്തിലേക്ക് എത്തിയത് കൊണ്ട് നമ്മൾ അത് പൂർണ്ണത വന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ വി ഹാവ് ദാറ്റ് ജേർണി ടു കണ്ടിന്യൂ, അല്ലെ. സോ ഒക്ടോബർ മാസം നിങ്ങളുടെ ലൈഫിന്റെ ഒരു പേർപ്പസ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ പുതിയൊരു പേർപ്പസിലേക്കും കൂടെ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട് ചില ആളുകൾക്ക്. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ എൻഗേജ്ഡ് ആണ് ഓൾറെഡി, ബിക്കോസ് ചില കാര്യങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ചില ആളുകളുടെ ഈ ഒരു ടൈമിൽ നിങ്ങളൊരു പേർപ്പസ്, നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അനുഭവിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സൊക്കെ അത്ര സന്തോഷമാവുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നിങ്ങൾ സാക്രൽ ചക്ര നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ സാക്രൽ എനർജി നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ ഹാർട്ട് എനർജി നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ തേർഡ് ഐ, ക്രൗൺ ഏരിയ, ബേസ് ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അവേക്കനിങ് അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഒക്ടോബർ മാസം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ളതാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും, അതാണ് വളരെ റെയർ ആണ്, നിങ്ങൾക്കത് പിന്നീട് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങള്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവരുത്, ഞാൻ ഇത് പിക്ക് ചെയ്യണോ, വേണ്ടേ, കളയണോ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ലൈഫ് എന്തെങ്കിലും സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ്, അലോ ഇറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക ആൻഡ് റിലേറ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ സച്ച് എ പവർഫുൾ റീഡിംഗ്, ഗ്രൂപ്പ് നമ്പർ 2, റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. Hope you like this reading. Let's move to group number 2 now. Hey, group number 3, your October month reading. എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ 3 ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്? നിങ്ങൾ എന്തൊക്കെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഹറി ആയിട്ട് പോകുന്നുണ്ട്? ഓക്കെ, ധൃതി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇംപേഷ്യൻ്റ് ആവുന്നുണ്ട്.
ഓക്കെ. ചില കാര്യങ്ങൾ റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരുന്ന മാസം കൂടിയാണ് ഒക്ടോബർ മന്ത്. പെർമിഷൻസ് ഉണ്ടാവുന്നുണ്ട് ചില പ്ലേസിലേക്ക് പോവാൻ, ചില പ്ലേസ് വിസിറ്റ് ചെയ്യാൻ, ചില പ്ലേസിലേക്ക് പോവാനുള്ള പെർമിഷൻസ് ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് റിയലി ഗുഡ്. ഓൾറൈറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫൈനാൻഷ്യൽ ഹെൽപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ എക്സ്പോസ്ഡ് ആക്കുന്ന ചില കാര്യങ്ങൾ ഒക്ടോബർ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കുന്നത്, അത് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആക്കുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മാസം. സോ what I want to tell group number 3, ഒക്ടോബർ മാസം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. ആരെ കണക്ട് ചെയ്യുന്നു, എന്ത് അട്രാക്ട് ചെയ്യുന്നു, എന്ത് വേണം തോന്നുന്നു, എവിടെ നിൽക്കുന്നു. ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കാണ്ട് ബാക്കിയുള്ള ആളുകളുടെ ലൈഫിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒട്ടും ഒരു ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു കാര്യമല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അറ്റൻഷന് വേണ്ടി ഓർ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, ഇനി അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഇനി അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വിട്ടേക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ മറന്ന് ചില പ്ലേസിൽ പോയി നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണം. ഓക്കെ, ഗ്രൂപ്പ് ഇതൊക്കെ നിങ്ങൾ ചെയ്യും എന്നുള്ളതല്ല, നിങ്ങൾക്ക് ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട, നിങ്ങൾ അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന അനുഭവങ്ങൾ തരുന്ന മാസമാണ് ഒക്ടോബർ മാസം. സോ നിങ്ങൾക്കത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ പിന്നെയും അതേ ഒരു സിറ്റുവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു പോകണം, നിങ്ങളത് പഠിക്കുന്നത് വരെ, മനസ്സിലാക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ നിങ്ങൾ നഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുക. സോ എവിടേക്കാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങളെ മറന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് നിൽക്കാത്തത് പോലെ. ഓക്കെ, മനസ്സൊക്കെ ആർക്കൊക്കെയോ വേണ്ടി എഫേർട്ട്, കുറേ എന്തൊക്കെയോ ഒരു എഫേർട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സി വാട്ട് ഇസ് ദ റിസൾട്ട് ദെൻ. ഓക്കെ, സോ നിങ്ങള് ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കരുത് ഈ ഒരു ടൈമിൽ, ആളുകൾക്ക് വേണ്ടി എഫേർട്സ് കൊടുക്കരുത്. ഓക്കെ, നല്ലതാണ് ആളുകളെ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ അത് വേണ്ട പ്ലേസിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്, ആളുകളുടെ വാക്കുകൾ, ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടത് കൈൻഡ് ഓഫ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണ്. ഐ നോ ഇറ്റ് വിൽ ബി പെയിൻഫുൾ, ചില പ്ലേസിൽ നിന്ന് മാറി നിൽക്കുക, അതായത് ചില ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈം കൊടുക്കുക, ചില ആർഗ്യുമെന്റ്സ് നിന്ന് മാറി നിൽക്കുക, ചില ഇമോഷണൽ സിറ്റുവേഷൻ നിന്ന് മാറി നിൽക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ്, അഡിക്ഷൻസ്, കണക്ഷൻസ്, ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഡെഫിനറ്റ്ലി ഇമോഷണലി സെപ്പറേറ്റ് ആവേണ്ടതായിട്ടുണ്ട്. യു നീഡ് ടു ഹൈഡ്. ഓക്കെ, സോ ചില പ്ലേസിലേക്ക് നിങ്ങൾ ഹൈഡ് ചെയ്യണം. കാരണം ഒക്ടോബർ മാസം നിങ്ങൾ ഇമോഷണലി എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തില്ല, നിങ്ങളത് സഹായിക്കില്ല. സോ ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് നിങ്ങൾ കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കലി കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിറ്റാച്ച്ഡ് ആയി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അതിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് സിറ്റുവേഷൻ, ദ സ്റ്റോറി വിൽ കംപ്ലീറ്റ്ലി ചേഞ്ച്. ഓക്കെ, കഥ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ലോയൽ ആവേണ്ടത് നിങ്ങളുടെ അടുത്താണ് ഈ ഒരു ടൈമിൽ. പ്രൊട്ടക്റ്റഡ് ആവണം, പ്രൊട്ടക്റ്റീവ് ആവണം, ഒരു പ്രൊട്ടക്ടർ ആവണം, അത് നിങ്ങൾ നിങ്ങളുടെ അടുത്താണ് കാണിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം തരുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നുണ്ട് ഒക്ടോബർ മാസം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് യു ആർ ഡൂയിങ് യുവർ ഓൺ ജോബ്, വേറെ ഒന്നിലേക്ക് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. സോ എക്സാക്ട്ലി ഹാപ്പനിങ് ഇൻ യുവർ ഒക്ടോബർ മന്ത്. ഗ്രൂപ്പ് നമ്പർ 3, ജോബിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതാണ് ഒക്ടോബർ മാസം നിങ്ങളുടെ മണിയിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ബിക്കോസ് അത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രീഡം തരുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക. ജോബിൽ നിങ്ങൾ ചെയ്യുന്ന ജോബിൽ ഒരുപാട് സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ,
ഒരുപാട് അതായത് നിങ്ങൾക്ക് ജോബിലേക്ക് ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കൂടി ഒരു ഉത്തരവാദിത്തം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഉത്തരവാദിത്തം തരുന്നുണ്ട്, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ടാവുന്നത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് ബെറ്റർ പൊസിഷനിലേക്ക് വരാൻ സാധിക്കുന്നതും ആയിരിക്കാം. ഇമോഷൻസ് എക്സാക്ട്ലി നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് പ്ലേ ചെയ്യരുത് ഒക്ടോബർ മാസം. അത് ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ മനസ്സിലിട്ട് എന്താണോ ആരുടെ വാക്കുകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, ഗുഡ് ഓർ ബാഡ്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. അതിങ്ങനെ ഒരുപാട് അഡ്മയർ ചെയ്യാതിരിക്കുക, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യാതിരിക്കുക, ഫാന്റസൈസ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ചില വാക്കുകൾ നിങ്ങൾ ദൂരെ കളയേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ചില ആളുകളോടുള്ള ഇഷ്ടം, ചില കാര്യത്തിനോടുള്ള ഇഷ്ടം, ഇമോഷണൽ സിറ്റുവേഷൻ ഒക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, ഒരു സൈഡിലോട്ട് വെക്കുക. നിങ്ങൾ സിറ്റുവേഷൻ കുറെ കൂടെ ബോൾഡ് ആയിട്ട് കാണിക്കുക. ഞാൻ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള വേർഷനാണ് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ഏത് വ്യക്തിയുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ പോലും സെന്റിമെന്റൽ ആയിട്ട് കരഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കാണിച്ച് ഒരുപാട് പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് റെസ്പെക്ട് ചെയ്യാനേ പോകുന്ന ഒരു കാര്യമല്ല. സോ ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് നിങ്ങൾ ബോൾഡ് ആയിട്ടുള്ള വേർഷനാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ കാര്യമുണ്ട്, എനിക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്, ഒരുപാട് സ്നേഹമുണ്ട് തരാൻ, ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഞാൻ, ഒരുപാട് ലോയൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഞാൻ, അത് പ്രൂവ് ചെയ്യുക. അത് പ്രൂവ് ചെയ്യുക ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ അത് നിങ്ങളിൽ വെക്കുക. അത് സെല് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്ലേസ്, വേണ്ടാത്ത ആളുകൾക്ക് നിങ്ങൾ അത് കൊടുക്കുന്ന സമയത്ത് അത് ഒരു രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ എന്തിലാണ് ഈ ഒരു ടൈമിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത്, ആരിലാണ് ഈ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ ഭിക്ഷക്കാരനാക്കാൻ പറ്റും അത്ര. ഓക്കെ, സ്നേഹം കൊണ്ട് ഭിക്ഷക്കാരനാക്കാൻ പറ്റും. അതായത് ഇല്ലാണ്ടാവുക ഒരു സിറ്റുവേഷൻ, അതായത് ആവശ്യമില്ലാത്ത റോങ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, റോങ് ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളൊരു ദാരിദ്ര്യത്തിലേക്കാണ് കൊണ്ടുവരിക. ഫൈനാൻഷ്യലി എന്ന് മാത്രം എന്നുള്ളതല്ല, ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദരിദ്രരായി പോവാം. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആരിലാണ് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ പഠിക്കുക, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക. കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും മാറ്റങ്ങൾ നാച്ചുറലി സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു പാത്ത് നിങ്ങൾ ഫോളോ ചെയ്യാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരണം എന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ചില കാര്യങ്ങൾ നാച്ചുറലി മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു വഴികാട്ടി എന്ന് പറയുന്നത്, അതാണ് നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. സോ ചില മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ സംഭവിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾ അങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് നിങ്ങൾക്ക് അല്ല എന്നുള്ളത്. ചില കാര്യങ്ങൾ ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഡിസയർ നിങ്ങൾ നോക്കുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു വീഴ്ച സംഭവിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഷഫിൾ ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഇമോഷണലി സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി. ഇമോഷണലി സെപ്പറേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി. സോ ചിലത് നാച്ചുറലി ചില ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്തോ, നാച്ചുറലി ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജോബിൽ സംഭവിക്കുന്ന സമയത്തോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജോബിൽ നിന്ന് മാറി പോകേണ്ടതായിട്ടൊക്കെ സംഭവിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജോബിലേക്കൊക്കെ, ഈവൻ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത്. കാരണം ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും അത് ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒക്ടോബർ മാസം മുതൽ നവംബർ ഡിസംബർ വരെ നിങ്ങൾ ചില കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റോളർ കോസ്റ്ററിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഐ എം റിയലി സോറി, ഞാൻ ഈ കാർഡിന് പകരം നിങ്ങൾക്ക് എടുത്തിട്ടുള്ള കാർഡ് ഇതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലൈക്ക് മേ ബി ഈ ഒരു മെസ്സേജ് കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 3. അപ്പാർട്ട് ഫ്രം ദിസ് എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾ ഒക്ടോബർ മാസത്തെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്, എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നത്, നിങ്ങൾ അലൈൻഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രപ്പോസൽ ഉണ്ടാവുന്നത് ലൈഫിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഒരു പവർ എന്നാണ് ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഒക്ടോബർ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈക്കിളിലൂടെ പോകുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ട്രയാങ്കിൾ. ഓക്കെ,
ബിക്കോസ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഉള്ളത്. ഓക്കെ, സോ ചില കാര്യങ്ങള് മാറ്റങ്ങൾ വരുന്ന സമയത്ത് ലേറ്റർ നിങ്ങൾ മനസ്സിലാക്കും, ഓക്കെ ഇത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ഓക്കെ, കരിയറിലേക്ക് പൊസിഷൻ വൈസ് നിങ്ങളുടെ കർമ്മയിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ അതിൽ അറിയപ്പെടാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടോ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഒരു സപ്പോർട്ട് തരാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനർജറ്റിക്കലി നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ടും തോന്നും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും പല കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും, പല ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വളരെ ഡീപ്പ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കോൺവെർസേഷനിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് പണ്ടെങ്ങാനും ഒരാൾ എന്തോ പറഞ്ഞു അത് ഇപ്പോഴും ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പ്ലീസ് സ്റ്റോപ്പ് എൻകറേജിങ് ദാറ്റ്. അതൊന്നും നിങ്ങൾ എൻകറേജ് ചെയ്യാൻ പാടില്ല ഈ ഒരു ടൈം. ഓക്കെ, സി ഇത് നിങ്ങൾക്ക് കിട്ടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. ഒക്ടോബർ മാസം നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. മണി, ഓക്കെ, മണി, ജോബ്, നിങ്ങളുടെ കർമ്മയിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക. ഇമോഷൻസ് ഒക്കെ ഒരു സൈഡോട്ട് വെക്കുക. അവരെന്നെ എങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കളിയാക്കി, അല്ലെങ്കിൽ അവരെന്നെ ഇട്ടുപോയി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചു, അത് എന്തോ ആയിക്കോട്ടെ, ആളുകൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിലേക്ക് നിങ്ങൾ കഴിയുന്നതും ഒക്ടോബർ മാസം പോവാതിരിക്കുക. അവിടുന്നൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്യുക. ഒക്ടോബർ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്തോളൂ. ഓക്കെ, പക്ഷേ ഈ ഒരു മാസം നിങ്ങൾ ജോബ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കരിയറിലേക്ക് വളരെ സന്തോഷമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ വർക്ക് പ്ലേസിൽ പോവുക. ഓക്കെ, നിങ്ങളുടെ ജോബ് പ്ലാൻസ് ആളുകളുമായിട്ട് നല്ല അങ്ങനത്തെ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പ്ലാൻസിലേക്ക് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്ത് തുടങ്ങുക. അത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുമോ, വാങ്ങിക്കാൻ പറ്റുമോ, അവിടെ എത്താൻ സാധിക്കുമോ എന്നുള്ളതല്ല, അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് കൊടുക്കേണ്ട ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മാസം. ഓക്കെ, സോ നിങ്ങൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യണം. സ്പെഷ്യലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ ഇങ്ങനത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, പണ്ടെങ്ങാനോ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഫാന്റസൈസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ലൈഫിലേക്ക് വരിക. കാരണം ഒക്ടോബർ മാസം നിങ്ങൾ അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്, തിരിച്ചു പിടിക്കാൻ സഹായിക്കുകയാണ്. ലൈക്ക് എ ഫ്രണ്ട്, ഇതുപോലത്തെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സി നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ സംസാരം കൊണ്ട് നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴോ എന്തോ ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് സ്റ്റക്കായിട്ട് ഇപ്പോഴും നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ പ്ലേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ഉള്ള, അല്ലെങ്കിൽ അതിന് വേണ്ട ചില കോൺവെർസേഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ചില വാക്കുകൾ നിങ്ങളെ അതുപോലെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ചില ആളുകളെ നിങ്ങൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ചില ആളുകളുടെ വാക്കുകൾ നിങ്ങളെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നഷ്ടങ്ങളോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില വീഴ്ചകളോ, അതായത് വീഴ്ചകൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്താണ് നമുക്ക് ബോധം വരിക. അതുവരെ ചില ആളുകൾ ഒരു ഫാന്റസൈസ് ചെയ്തിട്ടാണ് ജീവിച്ചു പോവുക, അല്ലെ, ഒരു ഫാന്റസി വേൾഡിൽ എന്ന പോലെയാണ് ജീവിച്ചു പോവുക. റിയാലിറ്റിയിലേക്ക് വരണം. അതായത് നിങ്ങൾക്കൊരു അടി കിട്ടുന്ന സമയത്താണ് നിങ്ങൾക്ക് ബോധം വരിക. പല ആളുകൾക്കും, ടു ബി വെരി ഫ്രാങ്ക്, ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് ചില ആളുകൾക്കെങ്കിലും ഒരു നിങ്ങൾ എന്താണ്, എവിടെ നിൽക്കുന്ന, ആരെങ്കിലും നിൽക്കുന്നത്, അത് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഐ എം റിയലി സോറി ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് മൈ വോയിസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്, അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ കരിയറിൽ വരുന്ന സമയത്ത്, നിങ്ങളുടെ കർമ്മയിൽ വരുന്ന സമയത്ത്, കർമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ ജോബ് മാത്രമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് എവിടേക്കോ നിങ്ങളുടെ കർമ്മ ഹീൽ ആയിട്ടില്ല, നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ചില കാര്യങ്ങൾ, റിലേഷൻഷിപ്പിലോ ജോബിലോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കർമ്മ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മാസം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ, അതിന് പുറത്തേക്ക് വരാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ, അതിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക. നിങ്ങളുടെ ജോബിലേക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇമോഷൻസ് നിങ്ങൾ ഒരിക്കലും, അതായത് നല്ല ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കൂ, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതല്ല, ചില ഇമോഷൻസ് നിങ്ങളെ എപ്പോഴും അവിടെ ചില പ്ലേസിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ്, അനങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ട ഒരു മാസം കൂടിയാണ്, ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മാസം. സോ അതൊക്കെ നിങ്ങൾ വളരെ വൈസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 3, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.